ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പം കേബിൾ സബ്ജക്റ്റഡ് ടു UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് വെച്ചിട്ട് കേബിളിനെ അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് കേബിൾ സബ്ജക്റ്റഡ് ടു UDL. കേബിൾ സബ്ജക്റ്റഡ് ടു UDL വരയ്ക്കുമ്പം നമ്മൾ ആദ്യം കേബിളിൻ്റെ ഫിഗർ വരയ്ക്കുക. കേബിൾ മെയിൻ ഇത് പാരാബോളിക് ഷേപ്പാണ് വരയ്ക്കേണ്ടുന്നത്. ദെൻ അതിനകത്ത് ലോഡ് കാണിക്കേണ്ടുന്നത് ഇത് ഇങ്ങനെ ഈ കേബിളിനകത്ത് ഇങ്ങനെ വരച്ച് കാണിക്കുകയല്ല ചെയ്തിട്ട് UDL അത് ആക്ച്വലി കാണിക്കേണ്ടത് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് താഴേക്ക് ലൈൻ വരയ്ക്കണം. ഇവിടെയാണ് നമ്മൾ UDL ലോഡായിട്ട് അപ്ലൈ ചെയ്യേണ്ടുന്നത്. ദെൻ ഇതിനകത്ത് ഈ ചെറിയ ചെറിയ വയേഴ്സ് ഇങ്ങനെ കേബിളിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഇതിന് സസ്പെൻഡേഴ്സ് എന്ന് പറയും. ആ വയർ വഴിയാണ് ഈ UDL കേബിളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ ആർച്ചസിനകത്ത് പഠിക്കുമ്പോഴത്തേക്ക് ആർച്ചിനകത്ത് സബ്ജക്റ്റഡ് ടു എന്തെങ്കിലും ലോഡോ അല്ലെങ്കിൽ UDL വരുമ്പോൾ ആർച്ചിൻ്റെ മുകളിൽ ഇതേപോലെ പ്രൊജക്റ്റഡ് ലൈൻ വരച്ചിട്ട് അതിന് മുകളിൽ വേണം ലോഡ് മാർക്ക് ചെയ്ത് കാണിക്കാൻ. UDLോ UVLോ ഏത് ടൈപ്പ് ലോഡാണെങ്കിലും മാർക്ക് ചെയ്ത് കാണിക്കാൻ അതിൻ്റെ മുകളിൽ വേണം. അല്ലാതെ ഈ ആർച്ചിൻ്റെ മുകളിൽ അതേപോലെ വരച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ബ്രിഡ്ജിൻ്റെ വല്ലതും പോർഷനായിട്ട് ഇങ്ങനെ ഒരു ആർച്ച് വരുമ്പോൾ ഈ ആർച്ചിൻ്റെ മുകളിലായിട്ട് ഇപ്പുറത്തും വേറൊരു ആർച്ച് കാണും, ദെൻ ഇപ്പുറത്തൊരെണ്ണം കാണും. ദെൻ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ലോഡ് വരുന്നതാണ് ഈ പോർഷൻസിലാണ്. അവിടുന്ന് ലോഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് ഈ ഷേപ്പിന് മുകളിലേക്ക് ലോഡ് വരുന്നത്. അല്ലാതെ ഇവിടെ അല്ല നമ്മൾ ഒരിക്കലും ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കേബിൾസിനും. കേബിളിനകത്ത് ഡയറക്റ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത കേസിൽ UDL അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ആർച്ചിനകത്ത് നമ്മൾ UDL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആർച്ചിനകത്തല്ല കേബിളിനകത്ത് നമ്മൾ UDL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് പരാബോളിക് ഷേപ്പാവും. കേബിളിൻ്റെ ഷേപ്പ് പരാബോളിക് ഷേപ്പാവും. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. നമ്മുടെ ഇലക്ട്രിക് കേബിൾസൊക്കെ അതിനകത്ത് UDL അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽഫ് വെയ്റ്റ് അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ കേബിളിൽ ഒരുപോലെ ആയിരിക്കും. രണ്ട് ഇലക്ട്രിക് പോസ്റ്റിന് ഇടയ്ക്ക് വലിച്ചിട്ടിരിക്കുന്ന കേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കത്തില്ല കാണുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സാഗ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും കേബിൾ കാണുന്നത്. അപ്പം ഈ സാഗ് ചെയ്ത് കിടക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് പരാബോളിക് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേബിളിനകത്ത് നമുക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ട് വേണമെങ്കിലും മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ 0 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ കേബിളിനകത്ത് ഏത് പോയിന്റിൽ വെച്ചിട്ടും മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ഒരു സ്ട്രക്ചറിനകത്ത് ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത്രയും സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് ഫ്യൂണിക്കുലർ സ്ട്രക്ചേഴ്സ്. അപ്പം ഫ്യൂണിക്കുലർ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് 0 ആയതുകൊണ്ട് നമ്മൾ അത്ര സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ വെറും തിൻ സെക്ഷൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. അതേപോലെ RCC സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ RCC എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് ഡിസൈൻ ചെയ്യാം. അതേപോലെ സ്റ്റീലിൻ്റെ എമൗണ്ട് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ എമൗണ്ട് അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി ഫ്യൂണിക്കുലർ സ്ട്രക്ചർ കേബിൾ മാത്രമാണോ? അല്ല, 1-2 ഫ്യൂണിക്കുലർ സ്ട്രക്ചേഴ്സ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ കുറേ ഡോംസ് പോലുള്ള സ്ട്രക്ചേഴ്സ് കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സും പിന്നെ ഈ ആർച്ച് സബ്ജക്റ്റഡ് ടു UDL ഫോർ പാരാബോളിക് ആർച്ച് അതൊക്കെ ഫ്യൂണിക്കുലർ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഫ്യൂണിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രക്ചറിനകത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഏത് പോയിന്റിൽ അബൌട്ട് എടുത്താലും 0 വരുവാണെങ്കിൽ ഫ്യൂണിക്കുലർ സ്ട്രക്ചറാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേബിളിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ലോഡിങ്ങിലാണെങ്കിലും അത് ഫ്യൂണിക്കുലർ സ്ട്രക്ചർ ആയിരിക്കും. ഇനി അടുത്തത് ഒരു കേബിൾ അനാലിസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വരുന്ന ടെൻഷൻ കണ്ടുപിടിക്കുക, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, പിന്നെ കേബിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കേബിളിൻ്റെ അനാലിസിസിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് W പെർ മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. W kN/m. കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത് L. ദെൻ ഇതാണ് മീൻ പൊസിഷനിൽ നിന്ന് ഇതിൻ്റെ എക്സ്ട്രീം സാഗ് ചെയ്ത് കിടക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റിനെ H എന്ന് വിളിക്കും. മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സാഗ് ഹൈറ്റ് എന്ന് പറയും ഇതിനെ. മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സാഗ് ഹൈറ്റ്. ഇനി ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയണം. സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? 2 വെർട്ടിക്കൽ റിയാക്ഷൻ വരും, 2 സപ്പോർട്ടിലും വെർട്ടിക്കൽ റിയാക്ഷൻസ്. ദെൻ കേബിളിനകത്ത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെ? കേബിളിൻ്റെ ഉള്ളിലേക്കാണോ ആക്ട് ചെയ്യുന്നത്? അല്ല, നമുക്ക് ഈ കേബിളിനെ പിടിച്ച് വലിച്ചു നിർത്തുക വേണ്ടുന്നത്. അപ്പം ഹൊറിസോണ്ടൽ റിയാക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെ? കേബിളിനെ പുറത്തേക്ക് ആക്ട് ചെയ്യും. ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ അനാലിസിസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡയറക്ഷൻ അസൈൻ ചെയ്ത് കൊടുത്തതിന് ഓപ്പോസിറ്റ് ആണെന്നുള്ളതിൻ്റെ മീനിങ്ങേ ഉള്ളൂ. അപ്പം ഹൊറിസോണ്ടൽ റിയാക്ഷൻ
രണ്ട് പോർഷനിലും സെയിം ആയിരിക്കുമല്ലോ. സെയിം ആവാൻ കാരണം വേറെ ഹൊറിസോണ്ടൽ ലോഡൊന്നുമില്ല. യു ഡി എല്ലിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. വേറെ ഹൊറിസോണ്ടൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് സെയിം ആയിരിക്കും. ഇനി വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടുത്തെ വെർട്ടിക്കൽ റിയാക്ഷൻ വി എ, ഇവിടുത്തെ വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി. വി എയും വി ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, അതായത് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0, ടോട്ടൽ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്. വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന, വെർട്ടിക്കലി അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? വി എയും പ്ലസ് വി ബി ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. W പെർ മീറ്റർ ആണ്. അങ്ങനെ എത്ര മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ഇൻറ്റു എൽ മീറ്ററിൽ. ഇപ്പോൾ വി എ പ്ലസ് വി ബി ഈക്വൽ ടു W എൽ കിട്ടി. ഇനി നമുക്ക് മൊമെൻ്റ് എടുക്കേണ്ടുന്നത് ഏതെങ്കിലും പോയിൻറ്റിനെ അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. എയ്ക്കോ ബിക്കോ. പോയിൻറ്റ് മീൻസ് ഏതെങ്കിലും സപ്പോർട്ടിനായിട്ട് മൊമെൻ്റ് എടുക്കുക. എം എ ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് വി ബി ഇൻറ്റു എൽ ഈക്വൽ ടു, വി ബി ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോസ് സ്പേസ് മൊമെൻറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഡി എല്ലിൻ്റെ കൊണ്ട് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്. യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു എൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലോഡായി അത് അതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് എന്നുള്ള ഡിസ്റ്റൻസ് L/2. ഇപ്പോൾ വി ബിയുടെ വാല്യൂ എല്ലും ഇവിടുത്തെ ഒരു എല്ലും കൂടെ ക്യാൻസലായി പോയിട്ട് WL/2. വി എയുടെ വാല്യൂ WL/2 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അറിയാം. ഇത് സിമെട്രിക്കലായിട്ടുള്ളൊരു കേബിളാണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് WL. അപ്പോൾ രണ്ട് സപ്പോർട്ടിലും ഈക്വൽ ലോഡായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലോഡ് WL എന്നുള്ള ടോട്ടൽ ലോഡ് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് WL/2 എന്ന് പറഞ്ഞിട്ട് രണ്ടിടത്തും കിട്ടും. വി എയും വി ബിയും കിട്ടി. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? എച്ച് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കൊരു നോൺ ഡിഫ്ലക്ഷൻ പോയിൻ്റ് തരും. ആ പോയിൻറ്റിന് അബൌട്ട് കേബിളിലെ പൊസിഷൻ വെച്ച് മൊമെൻ്റ് എടുത്താൽ മതി. എച്ചിൻ്റെ വാല്യൂ കിട്ടും, ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ. ഇപ്പോൾ നമുക്കൊരു നോൺ ഡിഫ്ലക്ഷൻ പോയിൻ്റ്, മാക്സിമം ഡിഫ്ലക്ഷൻ ഉള്ളൊരു പോയിൻ്റ് നമുക്ക് തരുന്നിട്ടുണ്ട്, ഈ സാഗ് ഹൈറ്റ് എച്ച്. അപ്പോൾ ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൊമെൻ്റ് എടുക്കാം. ലെഫ്റ്റിലോട്ടോ മൊമെൻ്റ് എടുക്കുന്നെങ്കിൽ ഏതൊക്കെ ഫോഴ്സ് വരും? ഈ വി എ വരും, എച്ച് വരും, ദെൻ ഇത്രയും പോർഷനുള്ള യു ഡി എല്ലിൻ്റെ മൊമെൻ്റ് വരണം. ഇപ്പോൾ ഒന്ന് എഴുതാം. ഈ ഒരു പോയിൻറ്റിന് സി എന്ന പേര് വിളിക്കുക. ഇപ്പോൾ സിഗ്മ എം സി ഈക്വൽ ടു 0. ഇക്വേഷൻ എഴുതുക. ലെഫ്റ്റ് സൈഡിലുള്ള വി എയുടെ മൊമെൻറ്റ് വി എ ഇൻറ്റു L/2. വി എയുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ പോയിൻറ്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് L/2. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. മൈനസ് എച്ച് ഇൻറ്റു ഈ ഹൈറ്റ്. എച്ചിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇത് എച്ച് ഇൻറ്റു എച്ച്. ദെൻ ഇത്രയും ഭാഗത്തുള്ള യു ഡി എല്ലിന് മൊമെൻറ്റ്, അത്രയും ഭാഗത്തുള്ള യു ഡി എല്ല് മൈനസ് W ഇൻറ്റു L/2 എന്ന് പറയുമ്പോൾ ലോഡായി അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് L/2ൻ്റെ ഹാഫിൽ, അതായത് L/2/2, അതായത് L/4 ഈക്വൽ ടു 0. സോൾവ് ചെയ്തെടുക്കുമ്പം H ഈക്വൽ ടു WL²/8H എന്ന് വരും. സ്മോൾ എച്ച് WL²/8H. ഈക്വേഷൻ കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കെപ്പോഴും യൂസ് ഉള്ളതാണ് WL²/8H. അടുത്തായിട്ട് നമ്മൾക്ക് കേബിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. കേബിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് ഈ പരാബോളയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം. അതായത് ഇതെന്ന് പറയുന്നൊരു പരാബോളിക് ഷേപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എൻഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ എക്സ് ഡിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതിൻ്റെ കോർഡിനേറ്റ് പോയിൻ്റ് എവിടെയാണെന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റ് എ ഡിസ്റ്റൻസ് എക്സിലുള്ള ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുക വൈ എന്ന് പറഞ്ഞിട്ട്. ദെൻ ആ പോയിൻറ്റിനെ ഒരു പേര് വിളിച്ചു, ഇ എന്ന് പറയുന്ന പേര് വിളിച്ചു. അപ്പോൾ ഏത് പോയിൻറ്റിനെ പോയിട്ട് മൊമെൻറ്റ് 0 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം എം ഇ ഈക്വൽ ടു 0ൻ്റെ ഇക്വേഷൻ എന്ന് എഴുതി നോക്കാം. അതായത് ഈ പോയിൻറ്റിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടോട്ടൽ ഫോഴ്സസിൻ്റെ മൊമെൻറ്റ് 0. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് എന്ന് വരുമ്പോൾ ഏതൊക്കെ വരും? വി എ വരും, എച്ച് വരും. അത് എന്നിട്ട് ഇത്രയും പോർഷനുള്ള, അതായത് എക്സ് വരെയുള്ള പോർഷനിലെ യു ഡി എല്ലിൻ്റെ മൊമെൻറ്റും വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി എ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത്, അതിൻ്റെ
നമ്മളെടുക്കുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ വി എയുടെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ വി എ ഇൻറ്റു എക്സ്. ദെൻ എച്ച് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇത് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ. അപ്പം മൈനസ് എച്ച് ഇൻറ്റു വൈ. ഓക്കെ. ദെൻ ഇത്രയും പോർഷനിലെ യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ്, അതായത് യു ഡി എല്ലിൻ്റെ ലോഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ ടു. അപ്പോൾ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ഈക്വൽ ടു 0. ഇനി നമ്മൾ എച്ചിന് മുമ്പേ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, എച്ച് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8h. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വൈയുടെ ഇക്വേഷൻ എഴുതുക. വൈയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, 4LX ഇൻറ്റു L മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, 4LX അല്ല 4HX ആണ്. അപ്പം y ഈക്വൽ ടു 4HX ഇൻറ്റു L മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ആ എല്ലും എക്സും അങ്ങോട്ടും തിരിഞ്ഞു പോയത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ 4HX ഇൻറ്റു L മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ഇതാണ് പാരാബോളയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിലും കൂടെ ഫോം ചെയ്തെടുക്കാം, അതായത് സിമ്പിൾ ജോമെട്രി വെച്ച് നോക്കിയാൽ മതി. അതായത് ഇതാണ് പരാബോള. ദെൻ അതിൻ്റെ രണ്ട് എൻഡിലുമുള്ള ഡിഫ്ലക്ഷൻസ് 0, അതായത് മീൻ പൊസിഷനിൽ നിന്ന് രണ്ട് എൻഡിലേക്കുള്ള ഡിഫ്ലക്ഷൻ 0. സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് മാക്സിമം ഹൈറ്റ് എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. നമുക്ക് സാധാ ഒരു പരാബോളയുടെ ഇക്വേഷൻ എഴുതുക, y ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിനകത്ത് ഈ 3 കോൺസ്റ്റൻസ് ഉണ്ട്. ഈ 3 കോൺസ്റ്റൻസും കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മൾ എക്സ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വരുമ്പം വൈയുടെ വാല്യൂ എന്താ? അതായത് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, വൈയുടെ വാല്യൂ 0. ദെൻ എക്സ് ഈക്വൽ ടു എൽ, അതായത് ഇങ്ങേ എൻഡിലും വൈയുടെ വാല്യൂ 0. ദെൻ വൈയുടെ വാല്യൂ മാക്സിമം വരുന്ന എവിടെ? സെൻറ്ററിൽ, അതായത് L/2. അടുത്തത് എക്സ് ഈക്വൽ ടു L/2ൽ വൈയുടെ വാല്യൂ എച്ച് എന്ന് പറഞ്ഞു കിട്ടും. ഈ 3 ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എയ്ക്കും ബിക്കും സിക്കും വാല്യൂസ് കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തിട്ട് വൈക്കിയുടെ വാല്യൂ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടും. അപ്പം അൾട്ടിമേറ്റ്ലി ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത മൊഡ്യൂള് 6th മൊഡ്യൂള് RHS പഠിക്കുമ്പോഴും ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട സംഗതി ഇത് രണ്ടുമാണ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ, ദെൻ പരാബോളയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ചെറിയ പോർഷൻ ഉണ്ട്, അതായത് ഈ കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് കേബിളിനകത്ത് വരുന്ന ടെൻഷൻ, മാക്സിമം ടെൻഷൻ മിനിമം ടെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കേബിളിനകത്ത് വരുന്ന ടെൻഷൻ. അപ്പം കേബിളിനകത്ത് മാക്സിമം ടെൻഷൻ എപ്പോഴും വരുന്നത് ഇതിൻ്റെ എൻഡിലായിരിക്കും, രണ്ട് എൻഡിൽ. മിനിമം ടെൻഷൻ വരുന്നത് ഇതിൻ്റെ സെൻട്രൽ പോയിൻറ്റിലുമായിരിക്കും. അപ്പം മാക്സിമം ഇവിടുത്തെ ഈ ടെൻഷൻ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ആ പോയിൻ്റ് നോക്കി അറിയാം. അവിടെ രണ്ട് റിയാക്ഷൻസേ ഉള്ളൂ, ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ചും പിന്നെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വിയും, വി എയോ വി ബിയോ. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടെൻസൈൽ ഫോഴ്സ് ഈക്വൽ ടു വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറിൻ്റെ റൂട്ട് വെക്റ്റർ സം എടുത്താൽ മതി. അപ്പം അവിടുത്തെ മാക്സിമം ടെൻഷൻ കിട്ടും. ദെൻ മിനിമം ടെൻഷൻ ഈ സെൻട്രൽ പോയിൻറ്റിൽ എച്ച് തന്നെ ആയിരിക്കും, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെ ആയിരിക്കും മിനിമം ടെൻഷൻ. ഇതാണ് മാക്സിമം ടെൻഷൻ്റെ ഇക്വേഷൻ. അടുത്തായിട്ട് കേബിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു കർവ്, ഇതൊരു കർവ്, ഇത് ആ കർവിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് DS എന്ന് അസ്യൂം ചെയ്യുക. അതിന് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, അതായത് അതിൻ്റെ പ്രൊജക്റ്റഡ് ലെങ്ത്സ്. എക്സ് ആക്സിസിലുള്ള ലെങ്തിനെ DX എന്നും വൈ ആക്സിലുള്ള ലെങ്തിനെ DY എന്നും വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കർവിൻ്റെ ലെങ്ത് എന്തായിരിക്കും? നമ്മുടെ പൈതഗോറസ് തിയറം, DS ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് DX സ്ക്വയർ പ്ലസ് DY സ്ക്വയർ. ദെൻ ഈക്വൽ ടു നമുക്കതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്തിട്ട് DXനെ പുറത്ത് കൊണ്ടുവന്ന് എടുക്കുകയാണെങ്കിൽ DX ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് DY ബൈ DX ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇനി നമുക്ക് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? DS കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ 1 പ്ലസ് DY ബൈ DX ദ ഹോൾ സ്ക്വയർ റൂട്ട് ഇൻറ്റു DX. അപ്പോൾ ഇതാണ് ഈ ആർക്കിൻ്റെ, അതായത് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കർവിൻ്റെ പാരാബോളിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവിൻ്റെ ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. അപ്പം അതിനൊരു ഡെറിവേഷൻ ഉണ്ട്,
ഇത് ടെക്സ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പോർഷൻ വരെ ഞാനിപ്പോൾ പറഞ്ഞതാണ്, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് ഈ പോർഷൻ വരെ പറഞ്ഞതാണ്. ഇനി തൊട്ടടുത്ത സ്റ്റെപ്പിൽ dy/dx സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. നമുക്ക് y എന്താണെന്നറിയാം. y എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx കണ്ടുപിടിക്കാമല്ലോ. വൈയുടെ വാല്യൂ ഉണ്ട്. ഈ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4h × lx - x²/l² എന്ന് വരും. അതിനകത്ത് dy/dx കണ്ടുപിടിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് √1 + x² ബൈനോമിയൽ എക്സ്പാൻഷൻ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്തിരിക്കുക. ദെൻ ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ 0 മുതൽ എക്സിൻ്റെ വാല്യൂ 0 മുതൽ l വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത് ഓഫ് കേബിളിന് ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ്, ഇത് പഠിച്ചു വെക്കണം. ഈ ഡെറിവേഷൻ ഒന്ന് നോക്കിയാൽ മതി, സിമ്പിൾ ഇൻ്റഗ്രേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ L = L എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് കേബിൾ, ഈ സ്മോൾ l എന്ന് പറയുന്ന സ്പാന്, അതായത് ഈ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ്, കേബിൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ എൻഡും ഈ എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദെൻ h എന്ന് പറഞ്ഞാൽ അറിയാം, സെൻറ്ററിലെ റൈസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇപ്പോൾ അതിനകത്ത് പഠിക്കേണ്ട 3 ഇക്വേഷൻസ്, ഒന്ന് ഈ എച്ചിൻ്റെ ഇക്വേഷൻ, ദെൻ പരാബോളയുടെ ഇക്വേഷൻ, അടുത്തത് ഈ കേബിളിൻ്റെ ലെങ്തിൻ്റെ ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻസ് പഠിക്കുക. ഇത്രയും മതി പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇനി നമുക്കൊരു പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതാണ് പ്രോബ്ലം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്തോണം. ഓക്കെ, ഇതാണ് പ്രോബ്ലം. പ്രോബ്ലത്തിനകത്ത് സ്പാൻ തന്നിട്ടുണ്ട് 16 മീറ്റർ. ദെൻ കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് 18 മീറ്റർ. യൂഡിയലിൻ്റെ ലോഡ് തന്നിട്ടുണ്ട് 1 kN/m. റിയാക്ഷൻസ് കണ്ടുപിടിക്കാനും ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/8h. ഒന്നുകിൽ ഇക്വേഷൻ കാണാൻ പഠിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ സെൻട്രൽ പോയിൻറ്റിനെ പോയിട്ടായിട്ട് മൊമെൻ്റ് എടുത്ത് ചെയ്താലും മതി. അപ്പോൾ അതിന് h എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയത്തില്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് കേബിളിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്തും അറിയാം, എല്ലും അറിയാം. അതിനകത്തൊന്ന് h കണ്ടുപിടിക്കാം. അങ്ങനെ h കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് h കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ VAയും VBയും സെയിം ലെങ്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുക, സെയിം ഹൈറ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടും സിമെട്രിക്കൽ ലോഡിങ് ആയതുകൊണ്ടും VAയും VBയുടെ വാല്യൂ സെയിം ആയിരിക്കും. ദെൻ അടുത്തത് h കണ്ടുപിടിച്ചിട്ടുണ്ട്. WL²/8h എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് h കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇക്വേഷൻ തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, മൊമെൻ്റ് ഇക്വേഷൻ തന്നെ എഴുതിയിരിക്കുക. WL²/8 വെച്ചിട്ട് h കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക്സിമം ടെൻഷൻ, അതായത് സപ്പോർട്ടിൽ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്, സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് കിട്ടും. ഇത്രയും ചെയ്താൽ മതി.